സിനിമാ മേഖലയിൽ സമാന്തര സംഘടന രൂപീകരിക്കാൻ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാകും സംഘടന. അഞ്ജലി മേനോൻ, ആഷിഖ് കപൂർ, ലിജോ ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരാണ് സംഘടനയ്ക്ക് പിന്നിൽ. സിനിമാ രംഗത്തെ സമഗ്ര നവീകരണമാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് സിനിമാ പ്രവർത്തകർക്ക് നൽകിയ കത്തിൽ പറയുന്നു. അല്ലമീൻ നൽകും വിവരങ്ങൾ. അല്ലമീൻ, ഒരു സമാന്തര സംഘടന, അതിൽ സംവിധായകർ മാത്രമാണോ ഉള്ളത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപം? സ്മൃതി, സിനിമാ രംഗത്തൊരു സമാന്തര സംഘടന, ഒരു ബദൽ സംഘടന രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകർക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. അഞ്ജലി മേനോന്റെയും ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് കപൂർ, അപ്പം രാജീവ് രവി, റിമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്നിവരുടെ പേരിലാണ് ഈ സർക്കുലർ, ഈ കത്ത് പ്രചരിക്കുന്നത്. ഒരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ രൂപീകരണത്തിനായുള്ള ആലോചന എന്ന തലക്കെട്ടോടെയാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത്, സിനിമാ മേഖല പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടും മറ്റു മേഖലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരു സ്വയം നവീകരണവും അതുപോലെ തന്നെ മറ്റു ചില മാറ്റങ്ങളും അനിവാര്യമാണ്. അതിന് കൂട്ടായ്മ മാറേണ്ടതുണ്ട്, പുതിയ സംഘടന രൂപപ്പെടേണ്ടതുണ്ട്. സമഗ്രമായിട്ടുള്ള ഒരു വികസനം, സിനിമാ രംഗത്തൊരു വികസനവും മുന്നേറ്റവും ഒക്കെ ലക്ഷ്യം വെച്ചുള്ള ഒരു സംഘടനയാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. തൊഴിലാളികളുടെ ശാക്തീകരണം, അതുപോലെ തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്തം വേണ്ടതുണ്ട്, ചിട്ടയായിട്ടുള്ള ആധുനീകരണം വേണ്ടതുണ്ട്. ഇത്തരം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമാ പ്രവർത്തകർ, നിർമ്മാതാക്കൾ, അങ്ങനെ സിനിമയുടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഘടന എന്ന നിലയിലാണ് ഇത് വിഭാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. ഇതിന്റെ അണയറയിൽ നിൽക്കുന്ന ചില ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ അനൌദ്യോഗികമായി പറയുന്നത് പ്രാഥമിക ചർച്ചാഘട്ടത്തിൽ മാത്രമാണ്. അതിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്കോ അന്തിമ രൂപത്തിലേക്കോ അന്തിമ ചിത്രത്തിലേക്കോ കാര്യങ്ങൾ എത്തിയിട്ടില്ല. പ്രാഥമിക ചർച്ചകളാണ് നടക്കുന്നത്. അതിൽ സഹകരിക്കാൻ പറ്റുന്ന ആളുകളുടെ അഭിപ്രായം തേടുന്നുണ്ട്. കാരണം നിലവിലുള്ള സംഘടനകൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്, ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്, പലതരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. അത് AMMക്കെതിരെ, ഫിഫ്കയിൽ നിന്നൊക്കെ ആഷിഖ് കപൂർക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ ഒരു സംഘടന എന്ന ആലോചന വരുന്നത്. അത്തരമൊരു ആലോചന വരുമ്പോൾ എന്തുകൊണ്ട് സംഘടന എന്നുള്ളതാണ് സിനിമാ പ്രവർത്തകരെ ആദ്യം ധരിപ്പിക്കാനായി ഈ ഒരു കത്ത് അവർക്കിടയിലേക്ക് വിട്ടിരിക്കുന്നത്, അവർക്ക് നൽകിയിരിക്കുന്നത്. അവരുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ആരൊക്കെ ഒപ്പം നിൽക്കുമെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും സംഘടന സംബന്ധിച്ചുള്ള ഒരു അന്തിമ ചർച്ചകളിലേക്കും അതിനൊരു രൂപീകരണത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ നടക്കുക. ഏതായിരുന്നാലും മലയാള സിനിമാ രംഗത്ത് ഇപ്പോഴത്തെ ഈ സമകാലിക വിവാദങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ ഒരു സമാന്തര സംഘടന, ഒരു ബദൽ സംഘടന വരുന്നു. അതിനുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആ സംഘടനയ്ക്കൊപ്പം ആരൊക്കെ നിൽക്കും, ഏതു രീതിയിലായിരിക്കും സംഘടനയുടെ ഒരു രൂപീകരണവും അതിന്റെ സ്വഭാവവും എന്നതാണ് ഇനി അറിയാനുള്ളത്. സ്മൃതി, ശരി. നിലവിലുള്ള സംഘടനയെ വിമർശിച്ചവരാണ് ഇപ്പോൾ സമാന്തര സംഘടനയുടെ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്.